മിക്കപ്പോഴും വൈകുന്നേരം ഇവിടെ ഒന്നീ ദോശയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചപ്പാത്തിയോ ആയിരിക്കും ഉണ്ടാവുക. കാര്യം ഒരുപാട് നേരം നിന്ന് കുക്ക് ചെയ്യുന്നൊന്നും ചെയ്യാൻ വാവ സമ്മതിക്കാറില്ല. ഇന്ന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും വീട്ടിലുണ്ടാക്കാമെന്ന്. കുറേ നാളായി ചപ്പാത്തിയോ പൂരിയോ ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന്. വാവയെ ചേട്ടൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു. ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതിന് അടച്ച് വെച്ച് പിന്നെ അതിന് ബോൾസാക്കി ഞാൻ കുറച്ച് നേരം കൊണ്ട് മാറ്റി വെച്ചു. പിന്നെ അതിന് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് പരത്തിയെടുത്ത്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂവെങ്കിലും പൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കും. രാവിലെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരത്തേക്ക് എടുക്കാം, വൈകുന്നേരം ആണെങ്കിൽ രാവിലത്തേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പൂരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊട്ടറ്റോയുടെ മസാലയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കറിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിക്കനായിരിക്കണം. ചിക്കനൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു പൊട്ടറ്റോ മസാല ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഓൾറെഡി ഞാൻ പൊട്ടറ്റോ കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. ആ സമയത്ത് ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ചിട്ട് പൂരി ചുട്ടെടുക്കാൻ തുടങ്ങി. ഞാൻ ഇതിൽ ഗോതമ്പ് മാവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും പൊങ്ങി വരാറില്ല. ഈവനിങ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് കട്ടൻ ചായ മസ്റ്റാണ്. അപ്പോൾ പിന്നെ അതും കൂടെ ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ എന്താ, ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.